രാവിലെയുള്ള ഈ യാത്ര നമ്മുടെ ബർദുബായിലുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ബസ്സിൽ കയറിയാണ് അമ്പലത്തിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അമ്പലത്തിലേക്കൊന്ന് പോകണമെന്നത്. പക്ഷേ അതിന് ഇന്നാണ് സമയം കിട്ടിയെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു ഞാൻ അവസാനമായി പോയത് ഈ കഴിഞ്ഞ ഡിസംബറിലാണ്. നമുക്ക് പോകാനുള്ള ബസ് എത്തി. ശനിയാഴ്ച ആയതുകൊണ്ട് ബസ്സിൽ അധിക തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഷറഫ് DG മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് അമ്പലത്തിലേക്ക് നടക്കാനുണ്ട്. രണ്ട് സൈഡിൽ നമുക്ക് കല്യാൺ സിൽക്സ്, മലബാർ ഗോൾഡ്, ജോയി ആലുക്കാസ്, കല്യാൺ ജൂവലേഴ്സ്, രണ്ട് സൈഡിലും സ്വർണത്തിൻ്റെ ഷോപ്പുകളും അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുപോലെ രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. വൈകുന്നേരമായാൽ ഈ സ്ട്രീറ്റിൻ്റെ രൂപവും ഭാവവും എല്ലാം മാറും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ വൈകുന്നേരങ്ങളിൽ. ദുബായിലെ ഏറ്റവും തിരക്കുള്ള സ്പോട്ടുകളിൽ ഒന്നാണ് ഈ മീന ബസാറിലെ ഈ സ്ട്രീറ്റ്. ജോയി ആലുക്കാസിൻ്റെയും ഭീമയുടെയും അത്യാവശ്യം നല്ല വലിയ ഷോറൂമുകൾ തന്നെ ഇവിടെയുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ അമ്പലത്തിലെത്തി. ശനിയാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇവിടെ നട തുറക്കാറുണ്ട്. എങ്കിൽ ഞാൻ അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചു വരാം. ദർശനവും കഴിഞ്ഞ് പ്രസാദവും അയച്ച് പുറത്തിറങ്ങി. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇവിടുത്തെ പൂജാകർമ്മങ്ങളെല്ലാം നടക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഫീലിങ്സ് ഒരിക്കലും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അമ്പലത്തിന് പുറത്ത് കളഭത്തിൻ്റെ ഒരു തട്ടം വച്ചിരുന്നു. പക്ഷേ ഇന്നതവിടെ ഇല്ല. അമ്പലത്തിന് ചുറ്റും ഒരുപാട് പൂജാസാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളെ നമുക്ക് കാണാൻ സാധിക്കും. അമ്പലത്തിന് ചുറ്റും പൂജാസാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഷോപ്പുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്, അതുപോലെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകൾ, ചെടികൾ വിൽക്കുന്ന ഷോപ്പുകൾ, മയിൽപ്പീലി, അതുപോലെ തന്നെ ജുവലറീസ് വിൽക്കുന്ന ഷോപ്പുകൾ എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറേ ഷോപ്പുകൾ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഫീലിങ്സ് തന്നെയാണ്. ഇവിടുത്തെ ഷോപ്പുകളുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ടൈമിങ്ങിനനുസരിച്ചാണ്. അമ്പലത്തിൻ്റെ ടൈമിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ആ ടൈമിൽ വന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അമ്പലത്തിന് ചുറ്റും കറങ്ങി തിരിഞ്ഞതിന് ശേഷം നേരെ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിനെ നമ്മുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കേ.